നടത്തെ എല്ലാവരും ചുറ്റും വേണ്ടി ഒരു ലക്ഷം സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വെളുപ്പത്തേക്ക് പുട്ടിയ വടക്കല്ലേ. സത്യം പറഞ്ഞ ഇന്നത്തെ പരീക്ഷ ഭയങ്കര ടഫായി എന്ന് വിചാരിച്ച് പോയതായിരുന്നു. പക്ഷേ ഞാൻ കൂടെ ഇന്നലെയും പിന്നെ 2 ദിവസം മുന്നേ 4 ദിവസം കിട്ടിയതിനകത്ത് ഞാൻ കൂടെ 1 ദിവസം കണ്ടാൽ ഈ കെമിസ്ട്രി പഠിക്കാൻ എടുത്തുള്ളൂ. പിന്നെ ഇന്നലെയാണ് ഞാൻ പഠിച്ചത്. ഞാൻ ഈ 2 ദിവസം പഠിച്ചിട്ട് ഞാൻ വിചാരിച്ചൊരു B+, ടഫുള്ള ക്വസ്റ്റ്യനായിരിക്കും വരുന്നെന്നും പറഞ്ഞ് ഒരു പ്രതീക്ഷയില്ലാതെ പോയി എഴുതിയൊരു എക്സാം. എൻ്റെ ജീവിതത്തിൽ ഇതേപോലത്തെ ഒരു സിംപ്ലസ്റ്റ് എക്സാം. സിമ്പിളെന്ന് പറഞ്ഞാൽ ചിലവർക്ക് മീഡിയമാണ്. ഞാൻ പക്ഷേ ഒന്നാമത്തെ കാര്യം ഞാൻ ന്യൂമറിക്കലൊന്നും നോക്കിയില്ല. സൈലത്തിൻ്റെ ന്യൂമറിക്കൽ പാസ് ഉണ്ടായിരുന്നു. അത് പക്ഷേ ഞാൻ എനിക്ക് കണക്ക് പാടാണല്ലോ എന്ന് പറഞ്ഞ് ന്യൂമറിക്കലൊന്നും നോക്കിയില്ല. ജസ്റ്റ് തിയറി മാത്രം വായിച്ച് വിട്ട് ഞാൻ സെറ്റാക്കാമെന്ന് വെച്ച് തിയറി മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. ഇന്നത്തെ ചോദ്യത്തെ ഞാനൊരു ഫാനല്ലേ പേടിച്ചിട്ട് അയ്യോ നീയും ന്യൂമറിക്കൽ വന്നു കഴിഞ്ഞാൽ പെടുവല്ലോ ദൈവമേ ഈശ്വരാന്നൊക്കെ പറഞ്ഞു പോയി. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. ഞാൻ ഇന്നേ വരെ തന്റെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഭയങ്കര വലിയ രീതിയിലുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഒരെണ്ണം പോലും ഞാനത്തെ കൊല്ലത്തേക്കൊന്നും ബോണ്ട് ഓർഡർ മാത്രമേ ഞാനത്തെ ചോദിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാം തിയറിയോടെ തിയറി. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ മുതൽ ഇനി ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ എളുപ്പമായിരുന്നു. 4 എണ്ണമാണ് കിട്ടിയത്. രണ്ടാമത്തത് എനിക്ക് ഒന്ന് ഫ്ലൂറിനായിരുന്നു. മൂന്നാമത്തത് C ഓപ്ഷനാണ്. നാലാമത്തത് ടെമ്പറേച്ചറാണ്. അഞ്ചാമത്തത് ആ സ്ട്രക്ചർ ഫോർമുല കഴിക്കാൻ അതൊക്കെ എടുക്കാം, എളുപ്പമാണ്. ആറാമത്തത് ഇന്നത്തെ സൂപ്പർ സിസ്റ്റം എന്താണത് സാഹചര്യത്തിൻ്റെ അതും നമുക്ക് ചെയ്യാൻ പറ്റിയതായിരുന്നു. ഏഴാമത്തെ ഞാൻ എനിക്ക് വന്നിട്ട് അത് ഈ കറക്റ്റ് ഓർമ്മ പറ്റില്ല. 52.95 കിലോമീറ്റർ ഇൻറ്റു n² എന്ന് പറയുന്നത്. ഇപ്പം 3rd ഓർബിറ്റല്ലേ പറഞ്ഞേ. അപ്പം 3² 52.9 ഇൻറ്റു 3² ചെയ്യുമ്പം എത്ര അടുത്തുന്നത് അത് ആ ഒരു വാല്യൂയാണ് കൊടുക്കേണ്ടത്. പിന്നെ എട്ടാമത്തേനകത്ത് ഈ എട്ടാമത്തെ ചോദ്യമാണ് നമ്മൾ തെറ്റിക്കാൻ വേണ്ടി അവർ അറിഞ്ഞുകൊണ്ടിട്ട ചോദ്യം. കാരണം നിങ്ങൾ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞത് മനസ്സിലാകത്തില്ല. കാരണം ഹൺസ് റൂൾ എന്ന് പറഞ്ഞ സംഭവമില്ലേ, അത് ബേസ് ചെയ്തിട്ടുള്ളതാണ്. അન્ય റൂളില്ലേ, അതാണ് ഹൺസ് റൂൾ വെച്ചിട്ടുള്ള സംഭവമാണ്. ഇതിനകത്ത് നോക്കിയിട്ട് നമ്മൾ വിചാരിക്കും 6 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പം 1s 2s 2p2 കറക്റ്റ് ആണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുന്നത്. 2pയുടെ അടിയിൽ എക്സ് എന്ന് പറഞ്ഞൊരു സാധനം കിടക്കണ ഹണ്ടിൻ്റെ റൂള് പ്രകാരം ഈ 2pxyz ഉണ്ട്. 3 ഓർബിറ്റിലാണുള്ളത്. എല്ലാം ഒരു സിംഗിളി ഒക്കിപ്പൈ ചെയ്ത് കഴിഞ്ഞിട്ട് പെയറാവത്തുള്ളൂ. അപ്പം ആദ്യത്തെ ഓപ്ഷൻ അല്ല, 8ൻ്റെ B ഓപ്ഷനാണ്. അതായത് 1s 2s 2px1 2py1 അതാണ് കറക്റ്റ്. പിന്നെ രണ്ടാമത്തത് 2pxn അല്ല pxൻ്റെ ഓർബിറ്റുകൾ ഡയഗ്രാമാണ്. അതൊക്കെ എളുപ്പമാണ്. 9ാമത്തെ എന്താണ് ഇന്റർമോളിക്കുലാറും പിന്നെന്താ ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട്. എനിക്ക് 1 എക്സാമ്പിൾ ഓർത്തോ നൈട്രോഫിനോളും H2O സിമ്പിൾ. 10ാമത്തത് പാത്ത് ഫംഗ്ഷനിൽ ഹീറ്റും വർക്കും. പിന്നെ ബാക്കിയുള്ളത് സ്റ്റേറ്റ് ഫംഗ്ഷൻ. 11ാമത്തേനകത്ത് കോമൺ അയോൺ എഫക്റ്റ് അത് എഴുതാൻ പറ്റി. സ്യൂട്ടബിൾ എക്സാമ്പിളാണ് അത് എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ ഡിസ്പ്രപ്പോർഷനേറ്റ് റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ റിയാക്ഷനിൽ തന്നെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും കിട്ടും. അതായത് നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ് എക്സാമ്പിളായിട്ട് എഴുതിയത്. 13ാമത്തത് ചോദിച്ചു പ്രീവിയസ് ഇയർ ചോദിച്ചു മടുത്തൊരു ചോദ്യമാണ് ലെസൈനീസ് ടെസ്റ്റ്. അതിനെയും ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ് സൾഫർ. എന്തായാലും ഉറപ്പ് 100% ഉറപ്പാണ് എന്തായാലും ചോദിക്കണമെന്ന്. 14ാമത്തത് ആരോമാറ്റിക് കോമ്പൗണ്ടിൻ്റെ അക്വസ് റൂൾ പ്രകാരമുള്ളത് അതും ചെയ്യാൻ പറ്റിയതാണ്. അതിനകത്ത് 1ഉം 2ഉം കറക്റ്റായിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഞാൻ പറയുന്നത് ശരിയാണോ കറക്റ്റാണോ എന്ന് എനിക്കറിയത്തില്ല. ശരിയാണോ തെറ്റാണോ എന്ന് അറിയത്തില്ല, തെറ്റിപ്പോയാണ്. പിന്നെ 15ാമത്തെ എനിക്ക് തോന്നുന്നു മറ്റേ ആസൈലേഷൻ ഫുഡോക്രാഫ്റ്റ് ആൽക്കൈലേഷൻ ആസൈലേഷൻ എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ നമ്മുടെ ദാസേട്ടൻ ക്ലാസ് എടുക്കുന്ന കേട്ടായിരുന്നു.
അപ്പം 12 എങ്ങാണ്ടോടെ ഉണ്ടാവും എക്കകത്ത്. ബിക്കകത്ത് മറ്റേ വുഡ്സ് റിയാക്ഷൻ ആണെന്ന് തോന്നുന്നു. ഈ കറക്റ്റായിട്ട് അത് ഞാൻ ചെയ്തില്ല, ഞാൻ വിട്ടൊരു യെസ്. പിന്നെ 16 അറ്റോമിക് AMU, അതും അതെന്താണ്ടൊക്കെ വഴി വെച്ച് ന്യൂക്ലിയർ ഏതിൻ്റെ മുളാറ്റേക്ക് എപ്പോഴോ പറയുന്ന കാര്യമാണ്. 17-ാമത്തത് ഫോട്ടോ ആയിട്ടൊക്കെ ഒരു എക്സ്പെരിമെൻ്റ്, അതായത് ത്രഷോൾഡ് എനർജിയുടെ കാര്യം പറയണം, പിന്നെ കൈനറ്റിക് എനർജിയുടെ കാര്യം പറയണം, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. ആ 3 പോയിന്റ് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് മാർക്ക് വരും. പിന്നെ 18-ാമത്തെ ആയിട്ട് ഡൗട്ട് ഉണ്ടായിരുന്നു, ഒരു ടോപ്പ് ടു ബോട്ടം വരുമ്പം കുറയും. ഇത് കാരണം ന്യൂക്ലിയർ ചാർജ് ന്യൂക്ലിയർ അട്രാക്ഷൻ കുറയുന്നുണ്ട്, അതുകൊണ്ട് അയോണൈസേഷൻ താല്പര്യം കുറയും. അതിനകത്ത് രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ ആണ് എനിക്ക് ഇച്ചിരി ഡൗട്ട് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് അയോണൈസേഷൻ താല്പി ബെർലിയ ബി ആണെന്ന് എനിക്ക് തോന്നുന്നു. ബി മോസ്റ്റ് മെറ്റാലിക് ആയിട്ടുള്ള ആർക്കാന്നുള്ളതിനകത്ത് അത് ചിലവർ പറയുന്നത് MG ആണെന്ന്. ഞാൻ പക്ഷെ ബെർലിയൻ തന്നെയാണ് എഴുതി വെച്ചത്, തെറ്റാണെങ്കിൽ പൊട്ടാസ്യമില്ല. 19-ാമത്തെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, അത് എന്താണ്, ഒരാറ്റത്തിന് ഇലക്ട്രോണിനെ കിട്ടുമ്പോൾ ലിബറേറ്റ് ചെയ്യുന്ന എനർജി, ആ അത്രയും ഉണ്ടായാൽ മതി. പിന്നെ FCLനകത്ത് ഇതൊക്കെ എളുപ്പമാണ്. FCLനകത്ത് ഏറ്റവും കൂടുതൽ CLാണ്, കാരണം എഫിന് എന്താണ് സ്മാൾ സൈസും പിന്നെ ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷനും ഉണ്ടെന്ന് ഈ 2 റീസൺ എഴുതി വെച്ച് കഴിഞ്ഞാൽ അവിടെ മാർക്കുകയും. പിന്നെ മോളിക്ക് ഓർബിറ്റൽ കോൺഫിഗറേഷൻ N2 ഈ സൈഡിൽ പറഞ്ഞതാ ക്വസ്റ്റ്യൻ, അതേ ബോണ്ട് ഓർഡർ, അതേ മാറ്റി ബിഹേവിയർ, ഇതേപോലെ സൈഡിൽ പറഞ്ഞാണ്. പിന്നെ 21-ാമത്തെ ചോദ്യം CH4 ഉണ്ടായത്, ഇത് ഇന്നായ ദാസത്തൻ ചെയ്യിപ്പിച്ച കാര്യമാണ്, അതുകൊണ്ട് അത് എളുപ്പമായിരുന്നു. പിന്നെ ബഫർ സൊല്യൂഷന് എളുപ്പമായിരുന്നു. പിന്നെ എൻ്റെ എക്സാമ്പിളിൻ്റെ കേസ് കെട്ടിലാണ് ഇച്ചിരി ടഫായി പോയത് എനിക്ക്. എന്നാലും കുഴപ്പമില്ല, അത് ഞാൻ എന്താണ് ആ സാധനം കിട്ടിയായിരുന്നു. നമ്മുടെ സോഡിയം അസറ്റേറ്റും പിന്നെ അസറ്റിക് ആസിഡും പിന്നെ അമോണിയം ഹൈഡ്രോക്സൈഡും പിന്നെ അമോണിയം ക്ലോറൈഡും എന്താണ് കയറിച്ച് കത്തി. 23 ബാലൻസ് റിയാക്ഷൻ. 23-ാമത്തെ ചോദ്യവും ഇന്നലെ മിഥുലാമിസ് അങ്ങാണ്ട് എടുത്തായിരുന്നു, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയുണ്ട്. മിഥുലാമിസ് ഇതേ സെയിം ക്വസ്റ്റ്യൻ എടുത്തതാണ്. 24 എഴുതിയില്ല, 25 ഇതിൻ്റെ ഉറപ്പായിട്ടുള്ള ചോദ്യമായിരുന്നു, അത് സുഖമായിട്ട് എഴുതായിരുന്നു. 26 അറിയത്തില്ല, എന്തുവാന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ഓർഗാനിക് കെമിസ്ട്രി അന്നും നോക്കാതെ പോയെ, അധികം ഞാൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ മാത്രം നോക്കി പോയതാണ്. കാരണം ഞാൻ വിചാരിച്ചു ഇനി ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ വന്ന് ഞാൻ തീരുവല്ലൂന്ന് വിചാരിച്ചു പോയ പരീക്ഷയാണ്. സത്യത്തിൽ ഞാൻ ചുമ്മാ ജസ്റ്റ് അത് വായിച്ചു നോക്കി പോയ പരീക്ഷയാണ്, പക്ഷെ എന്നിട്ടൊരു എഴുതാൻ പറ്റി. 27-ത്ത് 4 ക്വാണ്ടം നമ്പേഴ്സിൻ്റെ പറയാനുള്ളതാണ്, അത് എളുപ്പമാണ്. കാരണം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ സൈസ് ഓഫ് ദി ആറ്റം അതിൻ്റെ ഐഡിയ ആയിരുന്നു. പിന്നെ രണ്ടാമത്തേത് ഏതായിരുന്നു, അസിമുതൽ ക്വാണ്ടം നമ്പർ, അത് ഷേപ്പ് ഓഫ് ദി സബ്ഷെല്ല്. മൂന്നാമത്തത് ഏതായിരുന്നു, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, അത് ഓറിയന്റേഷൻ ഓഫ് ദി ഓർബിറ്റൽ. 4-മത്തത് സ്പിന്ന്, സ്പിൻ ക്വാണ്ടം നമ്പർ, സ്പിന്നിൻ്റെ ഐഡിയ ആയിരുന്നു. എന്നൊക്കെ പറഞ്ഞില്ല, മലയാളത്തിൽ എഴുതിയില്ല. പിന്നെ VSEPR തിയറിയുടെ അത് എളുപ്പമായിരുന്നു. അതായത് നമ്പർ ഓഫ് ബോണ്ട് പേയേഴ്സ് അറൗണ്ട് സെൻട്രൽ ആറ്റമാണ് അതിൻ്റെ ഷേപ്പ് ഡിസൈഡ് ചെയ്യുന്നത്, അതൊരു പോയിന്റ്. രണ്ടാമത്തത് മാക്സിമം ദൂരെ പോകും അവർ, എന്താണ് സ്റ്റേ ഫാർ ആസ് പോസിബിൾ എന്നൊക്കെ പറഞ്ഞ് ഇത് 2 പോയിന്റാണ് എഴുതി. പിന്നെ VSEPR തിയറിയുടെ ഇത് 3 BF3NH3H2 ഇതൊക്കെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തു, എന്തൊക്കെയോ എഴുതി. പിന്നെ എൻതാൽപ്പിയുടെ ഇതും എൻട്രോപ്പിയുടെ എഴുതി. എൻട്രോപ്പി എന്താ ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് മാത്രമാണ് എഴുതി. സ്പോണ്ടേനിയസ് പ്രോസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ റിയേജൻറ്റിൻ്റെ സഹായമില്ലാതെ നടക്കുന്നൊരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്പോണ്ടേനിയസ് പ്രോസസ്സ്. ΔG അങ്ങനെയുള്ള പ്രോസസ്സിന് നെഗറ്റീവായിരിക്കും. പിന്നെ 30-മത്തേത് പ്രഷറും ടെമ്പറേച്ചറും. ഈ റിയാക്ഷനിൽ പ്രഷർ കൊടുക്കുന്ന സമയത്ത് റിയാക്റ്റൻ്റെ സൈഡിൽ 4 മോളും മറ്റേൻ്റെ സൈഡിൽ 2 മോളുകളേ ഉള്ളൂ, അതുകൊണ്ട് ഫോർവേഡ് റിയാക്ഷനാണ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന ടൈമിൽ കിട്ടുന്നത്. ടെമ്പറേച്ചർ ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് എക്സോതെർമിക്കും ബാക്ക്വേർഡ് എൻഡോതെർമിക്കുമാണ്. ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്ത് എൻഡോതെർമിക് റിയാക്ഷനാണ് നടക്കുന്നത്. അതുകൊണ്ട്
ഇത് ബാക്ക്വേർഡ് റിയാക്ഷൻ കിട്ടും. പിന്നെ പി എച്ച് ഓഫ് 0.02 മോൾ HCl. ഇതേപോലെ ഒരു ചോദ്യം, ഈ സെയിം പാറ്റേണിലെ ഒരു ചോദ്യം ഇന്നലത്തെ സൂപ്പർ 60 ഉള്ളതായിരുന്നു. പിന്നെ 31ാമത്തെ ഇലക്ട്രോമെട്രിക് ഇൻഡക്റ്റീവ് പറ്റും എളുപ്പമായിരുന്നു. ഡിവിഷനും ഇതും സുഖമായിട്ടായിരുന്നു. ഇന്നത്തെ ചോദ്യ പേപ്പറിൽ ഞാൻ ഓർഗാനിക് കെമിസ്ട്രി ടഫാവുന്നു, ഈ പരീക്ഷ എനിക്ക് ടഫാവും, അയ്യോ ദൈവം ഇനി എന്ത് ചെയ്യുമെന്നൊന്നും അറിയാതെ പോയ, അതായത് എൻ്റെ പേസ് മൊത്തം വേസ്റ്റ് ചെയ്തല്ലോ എന്ന് പറഞ്ഞ റിഗ്രറ്റ് അടിച്ച് പോയി എഴുതിയ പരീക്ഷയായിരുന്നു. ഇനി എനിക്ക് കണക്കൊന്നും ഒരു തേങ്ങാക്കൊലയും ഞാനിട്ട് നോക്കിയില്ല. ബട്ട് എന്താണെന്നറിയത്തില്ല, നമുക്കാണ് ഇത്രയും സിമ്പിൾ പരീക്ഷ കിട്ടിയത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ തിയറി അത്യാവശ്യം ക്ലാസ്സിലെങ്കിലും വൃത്തിയെടുത്തും ശ്രദ്ധിച്ച് കേട്ടിരുന്നത്, അല്ലെങ്കിൽ ഇന്നലത്തെ സൂപ്പർ 60 അറ്റൻഡ് ചെയ്ത ഒരാൾക്ക് ഇതിനകത്തുനിന്ന് മിനിമം ഒരു B+A ലെവല് ഇത് സുഖമായിട്ട് കിട്ടാറുണ്ട്. ഇന്നലത്തെ സൂപ്പർ 60 മാത്രം അറ്റൻഡ് ചെയ്തവർ. കാരണം ഞാൻ ഇന്നത്തെ സൂപ്പർ 60 അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് പോയത്, ബാക്കിയല്ല അത് തന്നെ ഞാനൊത്തരന്നു വായിച്ചു നോക്കിയിട്ട് പോയത്. എനിക്ക് ഇത്ര സിമ്പിളായിട്ട് ഇത് തോന്നിയെങ്കിൽ ഇന്നലെ ആ ക്ലാസ് മുഴുവൻ കണ്ടവർക്ക് എന്തായാലും എഴുതാൻ പറ്റും. പിന്നെ ഒരു പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ഇത് ടെൻഷൻ അടിച്ച് പോകേണ്ടതല്ല. എനിക്ക് ആദ്യം ഒരു തേങ്ങക്കൊരു ഓർമ്മ വന്നില്ല, എല്ലാം ഇരുന്ന് തെറ്റി പോയി അവസാനം ഞാൻ എന്തിനൊക്കെയോ എഴുതി. എല്ലാ സംഭവം അറിയാം, പക്ഷെ പേപ്പറിലോട്ട് എഴുതാൻ ഇത്തിരി എന്തോ ഒരു പ്രോബ്ലം പോലെ വന്നു. ബട്ട് സ്റ്റിൽ എനിക്ക് എഴുതാൻ കഴിഞ്ഞ്. നിങ്ങൾക്കും ഇത് ഭയങ്കര ഉപകാരമായിരുന്നെന്ന് സിമ്പിളാണ് എക്സാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം സൈലത്തിൻ്റെ ഇന്നത്തെ സൂപ്പർ 60 അറ്റൻഡ് ചെയ്തവർക്ക് ഉറപ്പാണ് അത്. പക്ഷേ ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് കയറിയിട്ട് പോയവരുടെ ആരുമല്ല. ആ ഒരു ഫുൾ ക്ലാസ് 5 മണിക്കൂറെങ്കിൽ 5 മണിക്കൂർ ഇരുന്ന് രണ്ടാമത്ത് റിയലി ആ ക്ലാസ് വർത്തായിരുന്നു. എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻസൊക്കെ കമൻ്റായിട്ടിടാം. പിന്നെ നമ്മുടെ ന്യൂട്ടൻ്റെ അടുത്തം പറഞ്ഞ കാര്യമൊന്നും പറയണ്ട, പുള്ളിക്ക് ഭയങ്കര കരഞ്ഞുകൊണ്ടൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞത്, ഒന്നും മറക്കല്ല്. അപ്പം നമ്മുടെ ബയോളജി പരീക്ഷ 16-ാം തീയതിയാണ്. 19 പാഠമുണ്ട്, ഒരു തേങ്ങയെ അറിയത്തില്ല, നീ അതും കംപ്ലീറ്റ് ആക്കണം. അപ്പം ബൈ.